യേശുവിൽ പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ നമുക്ക് വിശ്വാസ വെളിച്ചം കിട്ടി. അതിൻ്റെ പ്രതീകമായിട്ടാണ് കാർമികൻ കത്തിച്ച മെഴുകുതിരി തലതൊട്ടപ്പനിലൂടെ നമ്മുടെ കരങ്ങളിൽ പിടിപ്പിച്ചത്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലൂടെ, പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് കത്തിജ്വലിക്കുന്ന വിളക്കായി, മാതൃകയായി, പ്രചോദനമായി നാം പീഠത്തിന്മേൽ സ്ഥാപിക്കപ്പെടേണ്ടവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ, പ്രവൃത്തികളിലൂടെയോ ഈ വിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസം ചത്ത വിശ്വാസമായി മാറുകയാണ്. അങ്ങനെയുള്ളവരുടെ വിശ്വാസദീപമാണ് കട്ടിലിനടിയിൽ വയ്ക്കപ്പെടുന്ന, പാത്രം കൊണ്ട് മൂടുന്ന അവസ്ഥയിലായിരിക്കുക. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നീ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ണായി കഴിയുന്നത് കൊണ്ട് ഞാൻ നിന്നെ തുപ്പിക്കളയുമെന്ന്. ജീവിതത്തിൽ ഒരു ആവേശവും ഒരു തീക്ഷ്ണതയും ചൂടുമില്ലാതെ കഴിയുന്ന അവസ്ഥകൾ, അത് തീർച്ചയായിട്ടും പാത്രം കൊണ്ട് മൂടപ്പെട്ട, കട്ടിലിനടിയിൽ വയ്ക്കപ്പെട്ട ഒരവസ്ഥയാണ്. അതിൽ നിന്നെല്ലാം നമുക്ക് മാറ്റം വരണം. നമ്മൾ കത്തിജ്വലിക്കണം. സൈന്യങ്ങളുടെ കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞ ഏലിയ പ്രവാചകനെ പോലെ നിരന്തരം കത്തിജ്വലിക്കുന്ന വിളക്കുകളായി നാം പീഠത്തിന്മേൽ സ്ഥാപിക്കപ്പെടട്ടെ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.